നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. 7ാമത് എയ്ഡ്സ്ഫോർഡ് തീർത്ഥാടനം ശനിയാഴ്ച നടന്നു. മാതൃഭക്തിയുടെ പ്രത്യക്ഷ പ്രഘോഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തീർത്ഥാടനത്തിലേക്ക് ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ വർഷം പങ്കെടുത്തു. ഇംഗ്ലണ്ടിന്റെ ആരംഭമായ കെന്റിലെ പുണ്യപുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് എയ്ഡ്സ്ഫോർഡ് പ്രയറി. ശനിയാഴ്ച രാവിലെ 11:15 കൊടിയേറ്റിനെ തുടർന്ന് നേർച്ച കാഴ്ചകളുടെ സ്വീകരണം, ജപമാല, പ്രസുതേന്തി വാഴ്ച, തിരുസ്വരൂപങ്ങളുടെ വെഞ്ചരിപ്പ്, ആഘോഷമായ വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, സമാപന ആശീർവാദം, സ്നേഹവിരുന്ന് എന്ന രീതിയിലായിരുന്നു തീർത്ഥാടനത്തിന്റെ സമയക്രമം. പുത്തിരി മാതാവിന്റെ സന്നിധിയിലേക്ക് രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു 7ാമത് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായത്. ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാഗ്രഗാനം അവിടുത്തെ അൾത്താര അതുമാത്രം ആശ്രയം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം ഇരുൾ വീഴും പാതയിൽ തെളിയുന്ന സത്യമേ ഉലകിന്റെ നാദമാരൂപമായി വിശ്വതേജോശില്പിയ ദുഃഖമെല്ലാം ഏറ്റുവാങ്ങും നിർദ്ദലന്റെ മിത്രമാ ഈ പ്രാർത്ഥന കേൾക്കുമോ? ഈ അർത്ഥന കാണുമോ? അഭയമേശുവിനനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനശ്വരം ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാഗ്രഗാനം പാട്ടിലും പരിശുദ്ധ ഭാവമായി നിറയുന്ന പുണ്യമേ പരമദയാനിധേ ത്യാഗമായി സ്നേഹമായി ഏകരക്ഷാമാർഗമായി പാപഭൂമി വീണുകേയും ദുഃഖിതന്റെ നാഥനായി ഈ യാചന കേൾക്കുമോ? ഈ വേദന കാണുമോ? ശരണമേശുവിലനുദിനം ബലിയായി തിരുമുമ്പിൽ നൽകാം. അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനശ്വരം ഇടയന്റെ വഴി